നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് നമുക്ക് പോകാം. വരാനിരിക്കുന്ന കേരള ബാങ്ക് OA LGS പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. അതിലാദ്യത്താണെന്ത്? അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്നത്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അറിയാലോ. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് എന്തോ മാനസിക ആരോഗ്യമുണ്ട്, ശാരീരിക ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടുന്നത് എന്തുവാ? ശാരീരിക ആരോഗ്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആരോഗ്യം എന്താണ്, അതിനെപ്പറ്റിയാണ്, അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്നത് ഇതിനകത്ത് ആദ്യമേ വരുന്നതാണ് നമ്മൾ ആഹാരക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അടുത്ത് നോക്കുന്നത്. എന്താണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ പറയുന്നതാണ് സമീകൃത ആഹാരം. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഡയറ്റ്, എന്തൊക്കെ ഡയറ്റാണ് നീ ഫോളോ ചെയ്യുന്നത്? നല്ല ആരോഗ്യവാനായ ഒരാളുടെ നമ്മൾ നോക്കുമ്പം നമ്മൾ എന്തോ പറയുന്നത്, നീ ഡയറ്റ് ചെയ്യുന്നുണ്ടോ, എന്ത് ഡയറ്റാണ് നീ എടുക്കുന്നത്? അപ്പോൾ എന്താ ഡയറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്? എന്തുവാ? എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ പറയുന്നതാണ് എന്ത്? സമീകൃത ആഹാരം. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ധാന്യകമുണ്ട്. പോഷകങ്ങളിനകത്ത് വരുന്നതാണ് എന്തൊക്കെ? ധാന്യങ്ങൾ, കൊഴുപ്പ്, പ്രോട്ടീന്, മിനറൽസ്, വിറ്റാമിൻസ് എന്നൊക്കെ പറയുന്നതാണ് പോഷകങ്ങൾ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് മിതമായ അളവിൽ, ആവശ്യമായ അളവിലാണ് വേണ്ടുന്നത്. അപ്പം ആവശ്യമായ അളവിന് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നതിനെയാണെന്ത്? അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ പറയുന്നതാണെന്ത്? സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കാം. ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ പറയുന്നതാണെന്ത്? സമീകൃത ആഹാരമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. അതായത് നമുക്ക് ആരോഗ്യവാനായിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നോക്ക്. കൃത്യമായ അളവിലുള്ള ആഹാരം വലിച്ചു വാരി കഴിക്കരുത്. അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തുവാ? വിശപ്പടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് എന്തുവാ? നമുക്ക് കൊതി തീരാൻ വേണ്ടിയിട്ട് അതിനൊക്കെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. പക്ഷെ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള ആഹാരമാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആഹാര രീതികളാണ് നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ഒരുപാട് ബാധിക്കുന്നത്. അപ്പം കൃത്യമായ അളവിലുള്ള ആഹാരം, നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്ന ഒരുപാട് കഴിക്കരുത്. കൃത്യമായ അളവിൽ കൃത്യമായ പോഷകങ്ങളടങ്ങിയ ആഹാരം കഴിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്? കൃത്യമായ അളവിലുള്ള ആഹാരം. രണ്ടാമത് പോഷകസമൃദ്ധമായ ആഹാരം. പോഷകസമൃദ്ധമായ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. വലിച്ചു വാരി നമ്മളെന്തോ ചെയ്യുന്നത്? പുറത്ത് പോവുക, കടയിൽ പോവുക, ജങ്ക് ഫുഡ്സ് എല്ലാം കഴിക്കുക, നമ്മുടെ ശരീരം ഇങ്ങനെ ഇരിക്കും. അപ്പം അതല്ല വേണ്ടുന്നത്. എങ്ങനെയാണ് വേണ്ടുന്നത്? പോഷകസമൃദ്ധമായ ആഹാരം. നമുക്ക് കൊഴുപ്പ് വേണം, പ്രോട്ടീൻ വേണം, ധാന്യകം വേണം, വിറ്റാമിൻസ് വേണം, മിനറൽസ് വേണം. പക്ഷേ ഇതങ്ങോട്ടൊന്ന് കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതാണ് പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത്. പോഷകസമൃദ്ധമായ ആഹാരം. നമ്മളെന്തുവാ? കൊഴുപ്പാണ് കൂടുതൽ അടിച്ച് കയറ്റുന്നത്. നമ്മൾ പുറത്തൊക്കെ പോയി അറേബ്യൻ കടകളിലും മറ്റ് കടകളിലും അൽഫാമും എന്നൊക്കെ പറയുന്ന സംഭവം അടിച്ച് കയറ്റാറുണ്ട്. അതൊക്കെ എന്തുവാ? കൊഴുപ്പടിച്ച് കയറ്റുക. അപ്പം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കൊഴുപ്പിനാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. പോഷകസമൃദ്ധമായ ആഹാരം, എല്ലാ പോഷകങ്ങളെയും നമുക്ക് ആവശ്യമായ രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. ഉപ്പ്, പുളി, എരിവ്, മധുരം എന്നിവ ആഹാരത്തിൽ കുറയ്ക്കുക. അപ്പം ആരോഗ്യവാനായിരിക്കാനുള്ള മറ്റൊരു വഴിയാണെന്ത്? ഉപ്പ്, പുളി, എരിവ്, മധുരം എന്നിവ ആഹാരത്തിൽ കുറയ്ക്കുക. ഇതൊക്കെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. മനസ്സിലായോ? കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. കൊഴുപ്പടങ്ങിയ ആഹാരം കുറയ്ക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഏറ്റവും പാലിക്കാൻ പാടും, എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭാഗമാണെന്ത്? കൊഴുപ്പടങ്ങിയ ആഹാരം കുറയ്ക്കുക എന്നുള്ളത്. നമ്മളെന്തോ ചെയ്യുന്നത്? കൊഴുപ്പടങ്ങിയ ആഹാരം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നം വരുന്നത്. അപ്പം ഓർക്കുക, കൊഴുപ്പടങ്ങിയ ആഹാരം കുറയ്ക്കുക. ശരിയായ വ്യായാമം. നമ്മളൊക്കെ വ്യായാമം ചെയ്യുമോ? നമ്മളൊക്കെ കാണാറുണ്ട്. വെളുപ്പിനെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പുറത്തൂടെ ആൾക്കാർ നടക്കാൻ പോകുന്നതും ഒക്കെ കാണാറുണ്ട്. അതെല്ലാം വ്യായാമത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, എന്നാൽ വീട്ടിൽ കിടന്ന് ഉറക്കമോ? നമ്മൾ വ്യായാമം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ കാണാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ എന്താ വേണ്ടുന്നത്? ശരിയായ വ്യായാമം, കൃത്യമായ വ്യായാമം ചെയ്യുക. അടുത്തത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക.
മനസ്സിലായി. നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കാറില്ല. ജോലിക്ക് പോകുന്നവർ സ്ഥിരമായി വണ്ടിയിൽ യാത്ര ചെയ്ത് ജോലിക്കൊക്കെ പോകുന്നവരെന്തുവാ, അവരൊക്കെ വെള്ളം കുടിക്കാൻ ഒരുപാട് കുറവാണ് അവരുടെ വെള്ളം കുടിക്കുന്ന അളവെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. അത് മാത്രം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ആവശ്യത്തിന് ഉറങ്ങുക, അനാവശ്യത്തിന് ഉറങ്ങരുത്, ആവശ്യത്തിന് ഉറങ്ങുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കാൻ വേണ്ടി അടിസ്ഥാനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തൊക്കെയാ? കൃത്യമായ അളവിലുള്ള ആഹാരം, പോഷകസമൃദ്ധമായ ആഹാരം, ഉപ്പ്, പുളി, എരിവ്, മധുരം എന്നിവ ആഹാരത്തിൽ കുറയ്ക്കുക, കൊഴുപ്പടങ്ങിയ ആഹാരം കുറയ്ക്കുക, ശരിയായ വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, അതേപോലെ ആവശ്യത്തിന് ഉറങ്ങുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു എന്താ, ഇവിടെ നമ്മൾ അറിഞ്ഞ് ശരിയായ വ്യായാമം നമ്മൾ പറഞ്ഞു. ആ വ്യായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്? മനസ്സിലായോ? ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മൾ ആരോഗ്യവാനായി ഇരിക്കാൻ അടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. ഇനി എന്താ, ഈ പറഞ്ഞ വ്യായാമം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് വ്യായാമങ്ങൾ കൊണ്ടുണ്ടാവുന്നത്? നോക്കിയേ, രക്തപ്രവാഹം കൂടുന്നു. ശരിയല്ലയോ? രക്തപ്രവാഹം കൂടുന്നു. നമ്മുടെ ശരീരത്തിലൂടെയുള്ള ബ്ലഡിൻ്റെ പമ്പിങ്ങും ബ്ലഡിൻ്റെ ഫ്ലോയും എല്ലാം കൂടുന്നു. അത് അങ്ങനെ രക്തപ്രവാഹം കൂടിക്കഴിഞ്ഞാൽ എന്തുവാ, നമ്മുടെ ശ്വസനവാതകങ്ങളെ അത് സഹായിക്കാറുണ്ട്. ശ്വസനവാതകങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് അത് സഹായിക്കാറുണ്ട്. അപ്പം വ്യായാമത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? രക്തപ്രവാഹം കൂടുന്നു. അടുത്തത്, ഹൃദയപേശികളുടെ ആരോഗ്യം നിലനിൽക്കുന്നു. വ്യായാമത്തിലൂടെ എന്തോ സംഭവിക്കുന്നത്? ഹൃദയപേശികളുടെ ആരോഗ്യം നിലനിൽക്കുന്നു. വ്യായാമമൊക്കെ ചെയ്തില്ല ഈ കൊഴുപ്പൊക്കെ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ധമനികളിലും മറ്റുമൊക്കെ കൊഴുപ്പടിഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനകത്തൊക്കെ മാറ്റം വരുത്തി ഹൃദയപേശികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഏതിലൂടെ? വ്യായാമത്തിലൂടെ. അടുത്തത്, നന്നായി വിയർക്കുന്നതിലൂടെ ശരീരത്തിലെ മാലിന്യം പുറന്തള്ളുന്നു. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. എങ്ങനെ? വിയർപ്പിലൂടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഏതൊക്കെ വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്? നമുക്കറിയാം. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രീതികളാണ്. എങ്ങനെയൊക്കെയാ? കരൾ അതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെന്തുവാ? വൃക്ക സഹായിക്കുന്നുണ്ട്. പിന്നെ ശ്വാസകോശം, പിന്നെന്തുവാ? ത്വക്ക്. മനസ്സിലായ? അപ്പം ത്വക്കിലൂടെ എങ്ങനാ? വിയർപ്പിലൂടെ പുറന്തള്ളുന്നത് ആരാ? ത്വക്കാണ് പുറന്തള്ളുന്നത്. മനസ്സിലായോ? അപ്പം നന്നായി വിയർക്കുന്നതിലൂടെ ശരീരത്തിലെ മാലിന്യം പുറന്തള്ളുന്നു. ഏത് വഴി? ത്വക്ക് വഴി പുറന്തള്ളുന്നു. മനസ്സിലായല്ലോ? ഇനി കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. നമ്മൾ പുറത്തു പോയി ആഹാരം ഉള്ള കൊഴുപ്പെല്ലാം അടിച്ച് കയറ്റുമ്പം അത് എന്ത് ചെയ്യണം? അതിനോടൊപ്പം തന്നെ നന്നായി വ്യായാമം നടത്തണം. എന്നാലേ ആ കൊഴുപ്പ് വിഘടിക്കത്തുള്ളൂ. ആ കൊഴുപ്പിനെ വിഘടിപ്പിക്കണമെങ്കിൽ നന്നായി വ്യായാമം ചെയ്യണം. അപ്പം കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. അടുത്ത, ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂട്ടുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിലും പറഞ്ഞത്. എന്താ? രക്തപ്രവാഹം കൂട്ടുന്നു. ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂട്ടുന്നത് ഏത് വഴിയാ? രക്തപ്രവാഹം വഴിയാ. അതായത് ഈ ശ്വസനവാതകങ്ങളായ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഏത് വഴിയാണ് ഇത് സഞ്ചരിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തമാണ് കൊണ്ടുപോകുന്നത്. അല്ലയോ? രക്തമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വ്യായാമത്തിലൂടെ രക്തപ്രവാഹം കൂടുന്നുണ്ട്. അതുവഴി എന്ത് സംഭവിക്കുന്നുണ്ട്? ശ്വസനവാതകങ്ങളുടെ വിനിമയവും കൂടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക. ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂട്ടുന്നു. അടുത്തത്, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും വ്യായാമത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ വ്യായാമം നമ്മളിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടെ നോക്കാം. രക്തപ്രവാഹം കൂട്ടുന്നു, ഹൃദയപേശികളുടെ ആരോഗ്യം നിലനിൽക്കുന്നു, നന്നായി വിയർക്കുന്നതിലൂടെ ശരീരത്തിലെ മാലിന്യം പുറന്തള്ളുന്നു, കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു, ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂട്ടുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി അടുത്ത് നോക്കാം. ഇനി ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണെന്ത്? ശുചിത്വം എന്ന് പറയുന്നത്. ശുചിത്വം അതായത് നമുക്കറിയാം വ്യക്തി ശുചിത്വമുണ്ട്, പരിസര ശുചിത്വമുണ്ട്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യമേ എന്ത് നോക്കാം? വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് നോക്കാം. ഓക്കെ ആണല്ലോ?
വ്യക്തി ശുചിത്വത്തിനകത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ദിവസവും കുളിക്കുക, അതേപോലെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴും പുറത്ത് അറിയാമല്ലോ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടിയാണ് പുറത്ത് പോകുമ്പോൾ. അപ്പം പുറത്ത് എപ്പോൾ പോയാലും തിരിച്ചു വരുമ്പോൾ ഒന്ന് കൈ കഴുകുക. ഇൻ കേസ് നമ്മൾ വീട്ടിലാണെങ്കിൽ കൂടെ കൈകൾ കഴുകുക. കാരണം നമ്മൾ പല ഭാഗങ്ങളിലും കോണ്ടാക്റ്റ് വരുന്നത് നമ്മുടെ കൈയാണ്. നമ്മുടെ പല ഭാഗങ്ങളും വെറുതെ ഒരു മേശപ്പുറത്ത് തൊട്ടാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൊട്ടാൽ അവിടെ പൊടി കാണും. മനസ്സിലായി? അപ്പോൾ കൈകൾ കൂടെ കഴുകുക. അത് ഏതിൻ്റെ ഭാഗമാണ്? വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പല്ല് തേക്കുക, ദിവസവും പല്ല് തേക്കുക. പിന്നെ ശുദ്ധജലം ധാരാളമായി കുടിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും വെള്ളമല്ല കുടിക്കുന്നത്. നമ്മൾക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും. അത് കുടിക്കണമെന്നല്ല പറഞ്ഞു. എന്താ? ശുദ്ധജലം കുടിക്കുക, നന്നായിട്ട് ശുദ്ധജലം കുടിക്കുക. പിന്നെ പഴകിയ ആഹാരം കഴിക്കാതിരിക്കുക. പഴക്കം ചെന്ന പഴകിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൃത്തിയാണ് പറയുന്നത്. നമ്മുടെ വ്യക്തിവൃത്തിയും അതേപോലെ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തത് വ്യക്തി ശുചിത്വം. അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ദിവസവും കുളിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, പല്ല് തേക്കുക, ശുദ്ധജലം ധാരാളമായി കുടിക്കുക, പഴകിയ ആഹാരം കഴിക്കാതിരിക്കുക. ഈ ഭാഗങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പുതിയതായിട്ടോ നമുക്ക് അറിയാൻ പാടില്ലാത്തോ കാര്യങ്ങളല്ല. ഇപ്പം പുറത്ത് പോയി കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വ്യായാമം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് എന്തുവാ? നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മുടെ അശ്രദ്ധ മൂലം പറ്റുന്ന ചില കാര്യങ്ങളാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം അടുത്ത് നോക്കാം. വ്യക്തി ശുചിത്വം കഴിഞ്ഞ് അടുത്തതാണെന്ത്? പരിസര ശുചിത്വം. ഓക്കെ ആണല്ലോ. പരിസര ശുചിത്വം എന്തൊക്കെയാ? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മനസ്സിലായല്ലോ? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. രോഗം പരത്തുന്ന ജീവികൾ വളരുന്നത് തടയുക. പ്രധാനമായിട്ടും കൊതുകുകൾ. നമ്മൾ മഴക്കാലം ആകുമ്പോഴത്തേക്കിനും അറിയാമല്ലോ, ഈ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും കാണും. ചിരട്ടയ്ക്കകത്ത് വെള്ളം നിറയാം, ബക്കറ്റുകളിൽ വെള്ളം നിറയാം. അങ്ങനെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊതുകുകൾ പെരുകാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ കൊതുകുകൾ നമുക്കറിയാം പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്നതാണ് കൊതുക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രോഗം പരത്തുന്ന ജീവികൾ വളരുന്ന സാഹചര്യം കുറയ്ക്കുക. അത് കുറയ്ക്കാൻ എന്ത് ചെയ്യും? കെട്ടിക്കിടക്കുന്ന വെള്ളം എങ്ങോട്ടെങ്കിലും ഒഴുക്കി വിടുക, അത് ഇല്ലാതാക്കുക. നമ്മൾ ചിരട്ടയ്ക്കകത്ത് വെള്ളം നിറഞ്ഞിട്ട് അതെടുത്ത് കളയുക. ബക്കറ്റിനകത്ത് വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അത് തട്ടിക്കളയുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? പിന്നെ കൊതുക് നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ഡ്രൈ ഡേ ആചരിക്കുക. അത് എന്നെങ്കിലുമല്ല, നമ്മൾ നിത്യവും കൃത്യമായിട്ട് ഇടവേളകളിൽ എന്ത് ചെയ്യണം? ഡ്രൈ ഡേ ആചരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെയാണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ എന്തിനെ പറ്റിയാണ്? നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആരോഗ്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കണ്ടല്ലോ? ആദ്യമേ സമീകൃത ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അടിസ്ഥാനപരമായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. പിന്നീട് വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ശുചിത്വം, അതിനകത്ത് വ്യക്തി ശുചിത്വവും പറഞ്ഞു, പരിസര ശുചിത്വവും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ആഹാരം. എന്താണ് ഈ ആഹാരം? മനസ്സിലായോ? അടുത്ത ചോദ്യമാണ് എന്താണ് ആഹാരം എന്ന് പറയുന്നത്? വളർച്ചയ്ക്കും വികാസത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ പദാർത്ഥങ്ങളാണ് ആഹാരം എന്ന് പറയുന്നത്. ആഹാരത്തിന് കൊണ്ട് എന്തോ ഗുണം നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആഹാരം കഴിക്കുക എന്നത് കൊണ്ട് നമ്മൾ എന്ത് ഗുണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്: വളർച്ചയ്ക്ക്, വികാസത്തിന്, ആരോഗ്യത്തിന്. ഇതിനെല്ലാം ആവശ്യമായ പദാർത്ഥം ആണെന്ത്? ബേസിക്കലി ആഹാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, ആ ശരിയായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ജൈവ അജൈവ പദാർത്ഥങ്ങളെയാണ് പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാം, നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ന്യൂട്രിയൻസ് എന്ന് പറയാം. മനസ്സിലായോ? പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ന്യൂട്രിയൻസ് എന്ന് വിളിക്കാം.
ഓക്കെ ആണല്ലോ. അപ്പം ആഹാരം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഹാരം കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളർച്ചയ്ക്ക്, വികാസത്തിന്, ആരോഗ്യത്തിന്. വളർച്ചയ്ക്കും വികാസത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ പദാർത്ഥമാണ്. ആ ആരോഗ്യമായ, അതായത് ശരിയായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആഹാരത്തിനകത്ത് ജൈവ അജൈവ ഘടകങ്ങൾ കാണും. എന്തൊക്കെയാ? ജൈവ അജൈവ പദാർത്ഥങ്ങൾ കാണും. ആ പദാർത്ഥങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എന്ത്? ആ പദാർത്ഥങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എന്ത്? ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ എന്താണ് പോഷക ഘടകങ്ങൾ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത് നോക്കാം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ. നമ്മൾ പറഞ്ഞു കുറേ നേരം കൊണ്ട് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, പോഷകഘടകങ്ങൾ, കറക്റ്റായ പോഷകഘടകങ്ങളുള്ള ആഹാരം കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്താണ് ഈ പോഷകഘടകങ്ങൾ? അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ? ഒന്ന് ധാന്യകം. ധാന്യകം അല്ലെങ്കിൽ എങ്ങനെ പറയാം? കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്. അടുത്ത കൊഴുപ്പ്. കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. മൂന്നാമത്തത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ. അടുത്ത ധാതു ലവണങ്ങൾ അല്ലെങ്കിൽ മിനറൽസ്. എന്ന് പറയും. മൂന്നാമത്തെ ഏതാ? വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ. മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ജീവകങ്ങൾ. മനസ്സിലായോ? മലയാളത്തിൽ ജീവകങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. പ്രധാന പോഷകഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യകമുണ്ട്, കൊഴുപ്പുണ്ട്, മാംസ്യമുണ്ട്, ധാതു ലവണങ്ങളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനകത്തെ ഓരോന്നെടുത്ത് വെച്ച് പഠിക്കുക. മനസ്സിലായോ? പ്രധാനമായിട്ടും ധാന്യകം, കൊഴുപ്പ്, മാംസ്യം, ധാന്യകം, കൊഴുപ്പ്, മാംസ്യം എന്നിവയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോവാം. അപ്പം നോക്കാം ബാക്കി. ആദ്യത്തത് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഒരു കാർബോഹൈഡ്രേറ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്തൊക്കെയാ? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, CHO. അപ്പം കാർബോഹൈഡ്രേറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ആരൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാർബോഹൈഡ്രേറ്റ്. ഓക്കെ ആണല്ലോ. പിന്നീട് അന്നജം എന്തൊക്കെ? പലതരത്തിലുള്ള ധാന്യമുണ്ട്, പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് എന്ത്? അന്നജം. പഞ്ചസാര ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, സെല്ലുലോസ് ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതൊക്കെ പല രൂപങ്ങളിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ പല രൂപത്തിലാണ്. പല സാധനങ്ങൾ, ഇപ്പോൾ സസ്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്ന ഒരു രൂപത്തിലാണ്. അതേപോലെ ചില പദാർത്ഥങ്ങളിൽ, ചില ഭക്ഷണങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്ന മറ്റൊരു രൂപത്തിലാണ്. മനസ്സിലായോ? അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോന്നിനകത്തും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന പല രൂപത്തിലാണ്. അത്തരത്തിലുള്ള രൂപങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഇതൊക്കെ എന്താണ്? പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളാണ്. ഓക്കെ ആണല്ലോ. ഇനി പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം. നമ്മുടെ ശരീരത്തിൽ എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം? എന്താണ്? ഊർജം നൽകുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരാ? കാർബോഹൈഡ്രേറ്റ് ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ ഇത്രയും പറഞ്ഞത്? നമ്മൾ സ്ഥിരമായിട്ട് ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ എന്ത് പറയുന്നുണ്ട്? ചോറ് ഒഴിവാക്കരുതെന്ന് പറയാറുണ്ട്. ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യരുത്? ചോറ് ഒഴിവാക്കാൻ പാടില്ല. അമിതമായിട്ട് കഴിക്കരുത്, എന്നാൽ ചോറ് ഒഴിവാക്കാൻ പാടില്ല. കാരണം ചോറ് അല്ലെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഏതാ? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ത് തരുന്നുണ്ട്? നമുക്ക് ഊർജം തരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഊർജം നൽകുക എന്നുള്ളത് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ധർമ്മമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ഈ കാർബോഹൈഡ്രേറ്റുകൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? അത് കിട്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പ്രധാനപ്പെട്ട ധാന്യങ്ങൾ, നെല്ല് പോലുള്ള പ്രധാന ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം കിട്ടുന്നുണ്ട്.
ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പലതവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, PYQ ആണ്. ധാന്യകത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് എന്ത്? അയഡിൻ ടെസ്റ്റ്. ധാന്യകത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിൻ ടെസ്റ്റാണ്. അയഡിൻ ടെസ്റ്റ് എങ്ങനെയാ? ഈ അയഡിൻ ലായനിയിലോട്ട് അന്നജമടങ്ങിയ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ ലായനി എന്തായിട്ട് മാറും? കടും നീല നിറത്തിലായി മാറും. മനസ്സിലായോ? അങ്ങനെ കടും നീല നിറത്തിലേക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ധാന്യകത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഇത് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ കലോറിഫിക് വാല്യൂ. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ ആണെന്ത്? 4 കിലോ കലോറി പെർ ഗ്രാം ആണ്. 4 കിലോ കലോറി പെർ ഗ്രാം ആണെന്ത്? പെർ ഗ്രാം ആണ് ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ധാന്യകത്തിൽ അടങ്ങിയിട്ടുള്ള കലോറിഫിക് വാല്യൂ നമ്മൾ പറയാറില്ലേ, കലോറീസ് കുറയ്ക്കുക, കലോറീസ് കൂട്ടുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കലോറിഫിക് വാല്യൂ, ധാന്യകത്തിൻ്റെ കലോറിഫിക് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കിലോ കലോറി പെർ ഗ്രാം ആണ്. 4 കിലോ കലോറി പെർ ഗ്രാം ആണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. നമ്മളിവിടെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ധാന്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, അങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് പ്രധാനമായിട്ടും എവിടൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അടങ്ങിയ പഞ്ചസാര, നമുക്കറിയാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്തുവാ? ടൈപ്പ് ഓഫ് ധാന്യകമാണ്, ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത്? പഞ്ചസാര എന്ന് പറയുന്നത്. ഇനി രക്തത്തിലടങ്ങിയ പഞ്ചസാര, മനസ്സിലായോ? രക്തത്തിലടങ്ങിയ പഞ്ചസാര ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാ? ഗ്ലൂക്കോസ് ആണ്. രക്തത്തിലടങ്ങിയ പഞ്ചസാര ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണെന്ത്? രക്തത്തിലടങ്ങിയ പഞ്ചസാര എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് പഴം, തേൻ അടങ്ങിയത്. പഴം, തേൻ എന്നിനകത്ത് അടങ്ങിയതാണെന്ത്? ഫ്രക്ടോസ് എന്ന് പറയുന്നത്. പഴം, തേൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏത് അല്ലെങ്കിൽ പഞ്ചസാര ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഫ്രക്ടോസ് ആണ്. മനസ്സിലായല്ലോ. അടുത്ത ന്യൂക്ലിക് ആസിഡുകൾ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണെന്ത്? റൈബോസ്. ന്യൂക്ലിക് ആസിഡിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണ് റൈബോസ് എന്ന് പറയുന്നത്. അടുത്ത കരിമ്പിലടങ്ങിയിട്ടുള്ളതാണെന്ത്? സുക്രോസ് എന്ന് പറയുന്നത്. കരിമ്പിനകത്ത് അടങ്ങിയിട്ടുള്ള ഷുഗർ കെയിനകത്ത് അടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണ് എന്ത്? സുക്രോസ് എന്ന് പറയുന്നത്. ഇനി ബാർലിയിൽ അടങ്ങിയിട്ടുള്ളത് മാൾട്ടോസ് ആണ്. മാൾട്ടോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അന്നജം, നമ്മൾ ആഹാരം കഴിക്കത്തില്ലേ, ആഹാരം കഴിക്കുമ്പോൾ അതിനകത്ത് അന്നജമുണ്ട്. ആ അന്നജത്തെ ദഹിപ്പിക്കുമ്പം ആദ്യമേ ഏത് രൂപത്തിലാവുന്നത്? മാൾട്ടോസ് രൂപത്തിലാണ് ആവുന്നത്. മനസ്സിലായോ? അതായത് ഉദാഹരണത്തിന് ഉമിനീര് ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കാറുണ്ട്. ആ ഉമിനീര് ഗ്രന്ഥിയിൽ അടങ്ങിയിട്ടുള്ള ഒരു എൻസൈമാണെന്ത്? സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. സലൈവറി അമിലേസ്. ഈ സലൈവറി അമിലേസ് ആരെയാണ് വിഘടിപ്പിക്കുന്നത്? അത് തന്നെ അന്നജത്തെ വിഘടിപ്പിച്ച് സലൈവറി അമിലേസ് അന്നജത്തെ വിഘടിപ്പിച്ച് എന്താ ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൾട്ടോസ് ആണ് ആക്കുന്നത്. കേട്ടോ, മാൾട്ടോസ് ആണ് ആക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അന്നജം ആദ്യമേ ഏത് രൂപത്തിലേക്കാണ് ദഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നജത്തെ എന്താക്കിയാ മാറ്റുന്നത്? മാൾട്ടോസ് ആക്കിയാ മാറ്റുന്നത്. സലൈവറി അമിലേസ് മാത്രമല്ല, നമ്മൾ പാൻക്രിയാസ് പഠിക്കുമ്പോൾ ദഹനവ്യവസ്ഥയെ സഹായിക്കുന്ന ഒരു ആളാണ് ആര്? പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി. ആ ആഗ്നേയഗ്രന്ഥിയിൽ ഒരു എൻസൈം ഉണ്ട്, എന്ത്? പാൻക്രിയാറ്റിക് അമിലേസ്. ആ പാൻക്രിയാറ്റിക് അമിലേസും ആരെയാണ് വിഘടിപ്പിക്കുന്നത്? അന്നജത്തെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. ആരാ? പാൻക്രിയാറ്റിക് അമിലേസ്.
പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഞാൻ ഈ അന്നജവും മാൾട്ടോസും ഒക്കെ വന്നപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനും കൂടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ദഹന വ്യവസ്ഥ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നീട് ഇതിനകത്ത് ഈ 2 മാൾട്ടോസും പിന്നെ ഏത് രൂപത്തിലേക്കാണ് മാറുന്നത്? ഇത് രണ്ടും പിന്നീട് എന്തിലേക്കാണ് മാറുന്നത്? ഫൈനലി ദഹനത്തിൻ്റെ അവസാനം ഈ മാൾട്ടോസ് എന്തായിട്ട് മാറും? ഇത് ഗ്ലൂക്കോസിലേക്ക് മാറും, ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഈ അന്നജമൊക്കെ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ പറഞ്ഞ എന്തുവാ? ബാർലിയിൽ അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് ഏത്, അല്ലെ ബാർലിയിൽ അടങ്ങിയ ഒരു പഞ്ചസാര ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്തുവാ? മാൾട്ടോസ് എന്ന് പറയാം, മാൾട്ടോസ് എന്ന് പറയാം. അടുത്തത് പാലിലടങ്ങിയത്. പാലിലടങ്ങിയതാണ് എന്ത്? ലാക്ടോസ്. പാലിലടങ്ങിയ പഞ്ചസാര ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടോസ് ആണ്. സസ്യത്തിലടങ്ങിയതാണ് എന്ത്? സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത്. സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത് ഏതിനകത്ത് അടങ്ങിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യത്തിലടങ്ങിയതാണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ അന്നജം ഏതിനകത്ത് അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യത്തിലടങ്ങിയ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോശഭിത്തി. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് ആണ്. കോശഭിത്തി ആരിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? കോശഭിത്തി എന്ന് പറയുന്നത് ആരിൽ മാത്രം കാണപ്പെടുന്നതാ? കോശഭിത്തി എന്ന് പറയുന്നത് ആരിൽ മാത്രം കാണപ്പെടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിലാ? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് എന്ത്? കോശഭിത്തി എന്ന് പറയുന്നത്. കോശഭിത്തി ആരിൽ മാത്രമാണ്? സസ്യകോശത്തിൽ മാത്രം വരുന്നതാണ് എന്ത്? കോശഭിത്തി. ആ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലോസ് കൊണ്ടാണ്. ഈ സെല്ലുലോസിന് മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? മനുഷ്യനിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെല്ലുലോസാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. രക്തത്തിലടങ്ങിയ പഞ്ചസാര വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, പഴം, തേൻ എന്നിവയിൽ അടങ്ങിയത് ഫ്രക്ടോസ്, ന്യൂക്ലിക് ആസിഡിൽ വരുന്നത് റൈബോസ്, കരിമ്പിൽ വരുന്നത് സുക്രോസ്, ബാർലിയിൽ വരുന്നത് മാൾട്ടോസ്, പാലിൽ വരുന്നത് ലാക്ടോസ്, സസ്യത്തിൽ അറിയപ്പെടുന്നതാണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം. ഇനി കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്നത് സെല്ലുലോസ്. അടുത്ത ജന്തുക്കളിൽ അടങ്ങിയിട്ടുള്ളത് ഗ്ലൈക്കജൻ. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇല്ല എങ്കിൽ, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് എവിടുന്ന ഈ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത്? എവിടുന്നാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ആ അളവിനെ വരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത്? ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത്. ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോഗോൺ. ഈ ഗ്ലൂക്കോഗോൺ എന്തോ ചെയ്യുന്നത്? നമ്മുടെ കോശങ്ങളിൽ പോയി, ആ കോശങ്ങളിൽ അല്ലെങ്കിൽ കരളിലൊക്കെ പോയിട്ട് അവിടെ കാണപ്പെടുന്ന ഗ്ലൈക്കജനിൽ നിന്നാണ് എന്തിനെ ഉണ്ടാക്കുന്നത്? ഗ്ലൈക്കജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസിനെ നമുക്ക് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ ജന്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൈക്കജനാണ്. ഓക്കെ ആണല്ലോ. ഇനി ഷഡ്പദങ്ങളിൽ, അതായത് ഇൻസെക്ട്സിൽ, ഫംഗസിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണെന്ത്? കൈറ്റീൻ എന്ന് പറയും. ഫംഗസിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണെന്ത്? കൈറ്റീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുലോസ്, ജന്തുക്കളിൽ അടങ്ങിയിട്ടുള്ളത് ഗ്ലൈക്കോജൻ, പിന്നെ ഷഡ്പദങ്ങൾ, ഫംഗസിലൊക്കെ അടങ്ങിയിട്ടുള്ളത് കൈറ്റീൻ. അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ. ബാക്കി ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ദഹന വ്യവസ്ഥയിൽ കൂടുതലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്.